ഒരു വീഡിയോ കോളില് ഇപ്പൊ കാണുന്ന അമ്മയില്ലേ രേണുസുതി, ഞാൻ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്. സൂപ്പർ ആയിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ ഞങ്ങൾ എറണാകുളത്ത് എത്തുമായിരുന്നു. അങ്ങനെ ആദ്യം ഞാൻ കാണാൻ വന്നു, ഇങ്ങനെ കണ്ടു, ഭയങ്കരമായിട്ട് കമ്പനിയായി. മനസ്സിലായി, അങ്ങനെ ഒരു ഭയങ്കര കമ്പനിയായി. ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കമ്പനിയായി. പിന്നെ അച്ഛനും ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ, ഞാൻ കല്യാണം കഴിക്കട്ടെ, നിനക്ക് എന്താണ് പറയാനുള്ളത്, അച്ഛന് ഇഷ്ടമാണോ? ഞാൻ അച്ഛന് ഇഷ്ടമാണോ, നമുക്ക് ആ രീതിയിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ കൊല്ലത്തെ വീട്ടിലൊക്കെ വന്ന് ഇവിടെ സംസാരിച്ച്, വല്യമ്മയൊക്കെ ആയിട്ട് സംസാരിച്ച് കിട്ടുന്നതും കട്ടായിപ്പെടുത്താം. ഇതാര് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ സുധിച്ചേട്ടൻ്റെ മകനാണ് നിച്ചു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്. ഇന്ന് എല്ലാവരും കേരളക്കര ഏറ്റുപിടിച്ച്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സുധിച്ചേട്ടനോടുള്ള ആ സ്നേഹം കൊണ്ട്. ഇതിപ്പോഴെല്ലാം തുറന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല. അതിനെ പറ്റിയിട്ട് നമ്മുടെ രേണുസുതിയില്ലേ, പിന്നെ അതിനുശേഷം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നിപ്പോയി. നിങ്ങൾ കേൾക്കണം. പക്ഷേ ഇല്ലേ, ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വരെ രേണുസുതിൻ്റെ ഒരുപാട് വാക്കുകളുണ്ട്. അവർ സഹിച്ച വേദനകളും ബുദ്ധിമുട്ടുകളും ഒരുപാടുണ്ട്. എല്ലാ വീടും ഞാനിതിൽ അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് കേൾക്കട്ടെ. ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ, ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടന്റ് ഉള്ളുകൾക്ക് രേണുസുതി വിട്ടല്ലെങ്കിൽ എബോ രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളവർക്ക്. ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റില്ല. എന്നെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ചിലർക്ക് എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേനും ഇങ്ങനെ വന്നിട്ട് എന്റെ കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടന്റ് ആണ് രേണുസുതി. ഇവർക്ക് എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവള് കള്ളക്കരച്ചിലായിട്ട് ഇറങ്ങി, അവള് മുതലക്കരച്ചിലായിട്ട് ഇറങ്ങി. ഞാനൊരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ സൂയിസൈഡ് ചെയ്യാം. കാരണം ഇത് കേട്ടതിന്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട്, മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഈ ഒരു ഇതെനിക്ക് സ്ട്രെസ് താങ്ങാൻ അവർ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല സഹോദരി. കാരണം വെച്ചാലല്ലേ, ഇതിപ്പോൾ സംസാരിച്ചിട്ടുള്ളത് ആരെന്ന് വെച്ചാൽ നിങ്ങളെ മകൻ തന്നെയാണ് സംസാരിച്ചത്. സുധിച്ചേട്ടൻ്റെ മകനാണ് ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ലൈവിൽ വന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. മകൻ്റെ ഫുള്ളായിട്ടുള്ള വോയിസും അതിനുശേഷം സുധിച്ചേച്ചി പറയുന്ന രേണുസുതി പറയുന്ന ആ വാക്കുകളും നിങ്ങൾക്ക് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് നിങ്ങൾ കേൾക്കണം കേട്ടോ. ഇതിപ്പോൾ മകൻ പറയുന്ന വാക്കുകളാണ്. എന്ത് ഫുള്ളായിട്ട് നിങ്ങൾ ഒന്ന് കണ്ടിട്ടായിട്ട് എന്താണ് നിങ്ങൾ. എൻ്റെ സെക്കൻഡ് മാരേജ് ആയി വീണ എന്ന് പറയുന്ന അവരായിട്ടും ഇത് തന്നെയായിരുന്നു. ആ സമയത്ത് അച്ഛനായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റേ ഇല്ലാതായിപ്പോ. എന്നാൽ അച്ഛൻ എപ്പോഴും അവിടെ ആയിരിക്കും, ഈ വീണ എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. വൈകിട്ട് ഒരു ടൈമുണ്ട്, ആ ടൈമിലെല്ലാം എന്നെ ഒന്ന് കാണും. എനിക്ക് എന്തോ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുധിക്കുട്ടാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അടി, ഭയങ്കരമായിട്ടുള്ള അടി, ഭയങ്കര സീന. പിന്നെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു വണ്ടിക്കകത്ത് അവർക്ക് കല്യാണം കഴിക്കുന്നതിന്, അച്ഛനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവരുടെ സെക്കൻഡ് മാരേജ് വരുന്നത്. അവർക്കതില് ഫസ്റ്റ് 2 പിള്ളേരും ഉണ്ട് അവർക്ക്. സ്കൂട്ടർ എടുത്ത് ഞങ്ങള് സ്കൂട്ടർ എടുത്തപ്പം അതിനകത്തൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞാറ്റ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അറിയുന്നത്, എനിക്ക് അറിയാമെന്ന്, അച്ഛനെ കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ വൈകിട്ടും എല്ലാം കാണാം. എന്നോട് എന്തോ ഒരു ഇതായിരുന്നു, പ്രശ്നമായിരുന്നു. പിന്നെ അച്ഛൻ വീട്ടിൽ, പിന്നെ അച്ഛനെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വീണയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് കാര്യങ്ങളെല്ലാം ആയി. ഇങ്ങനെ പൈസ കൊടുക്കണം അങ്ങനത്തെ രീതിയിൽ ഉള്ള രീതിയിൽ പൈസയൊക്കെ കൊടുത്ത് ഡിവോഴ്സായി. ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ എന്തെങ്കിലും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിന് വലിയ അടിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ അട്ടായി പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലും എന്റെ വിഷമങ്ങളാണെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനൊന്നും ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന്, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും നീ വിളിക്കായിരുന്നു. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവിടെ 2 മക്കൾ, പപ്പ, അമ്മ, ഇവര് ഇത്രയും പേരെ ചിലവച്ചനൊറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. മനസ്സിലായോ?
അത് ആ ടൈമിൽ ഇങ്ങനെ അച്ഛനാണെങ്കിൽ ഈ അച്ഛൻ്റെ എൻ്റെ ഒരു മെയിൻ സ്വഭാവം നോ പറയാൻ അറിയത്തില്ല ആരുടെ മുന്നിൽ. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, ഞങ്ങളുടെ കൊള്ളാത്ത സ്വഭാവം അതായിരുന്നു, നോ പറയാൻ അറിയത്തില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു വിഷമമാവുമോ ഒരു സംഭവമാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം. ഞാൻ ഇപ്പം ഞാനൊന്നും ഓരോ കാര്യം പറയാത്തതും ബാക്കി പറയാം. അങ്ങനെയാണെന്ന് ഞാൻ റൂമിനകത്ത് മൊത്തം ഒരു 3 വർഷം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തോ എനിക്ക് ഞാൻ തോന്നി ഇതൊക്കെ നിർത്താം, കമ്പ്യൂട്ടർ പരിപാടിയിൽ നിർത്താം, പുറത്തോട്ടിറങ്ങി. അങ്ങനെ ഞാൻ കമ്പ്യൂട്ടറൊക്കെ വിറ്റ് ഒരു വണ്ടി എടുത്ത് ഞാൻ ആദ്യം ഒരു വണ്ടി എടുത്തു. അച്ഛനിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ ഒരു പൈസ മാത്രമല്ല ഇങ്ങനെ കിട്ടുന്ന ഒരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ വേറെ ആർക്കും ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവം ഇവരുടെയൊക്കെ. ഇവിടെ അവിടെ ജോലിക്ക് പോകത്തില്ല, അതിന് അടി. അച്ഛനും അമ്മയും എല്ലാവരും കൊല്ലത്ത് നിൽക്കുന്നു. അതിനിടയ്ക്ക് കൊല്ലത്ത് വെച്ചിട്ട് ചെറിയൊരു വഴക്കായി ഞങ്ങൾ കോട്ടയം പോകുന്നു. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ എന്ന് പറയാം അല്ലേ. ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ അവിടുത്തെ രീതിയിൽ ഭയങ്കര ഒരു ഫ്രീഡം. ഞാൻ അച്ഛനെ എപ്പോഴും കാണുന്നു, അങ്ങനത്തെ ഒരു ഇതായി. പിന്നെ ആ ഒരു കഴിഞ്ഞ് കോട്ടയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എന്തോ എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം. എന്തൊക്കെ ഒരു കമ്പ്യൂട്ടറൊക്കെ എടുത്തൊരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ച് എൻ്റെ ലൈഫ് മൊത്തം ഒരു ഭയങ്കരമായിട്ട് എനിക്ക് ഇങ്ങനെ ആവാൻ തന്നെ ഒരു കാരണം അതുമല്ല, അത് വേറെയാ. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. അവിടെ തൊട്ടെന്നാണ് എൻ്റെ ഒരു ഒരു തുടക്കം. വീട്ടിൽ ആ ഒരു റൂമിനകത്ത് ഇങ്ങനെ കമ്പ്യൂട്ടറും കളിച്ച് ഇങ്ങനെ അതിനകത്ത് എന്ന് പറഞ്ഞാൽ വേറെ കാശില്ല. അച്ഛൻ മാത്രം റൂമിൽ കയറി എനിക്ക് ഫുഡ് തരും, പോവും. ഇടയ്ക്ക് ഋതപ്പം എല്ലാം റൂമിൽ വന്നിരിക്കും. ഋതപ്പനെ ഞാൻ പിടിച്ച് മടി കെട്ടി കീബോർഡിലേക്ക് ഋതപ്പം കളിച്ചോണ്ടിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരുടെ മിണ്ടത്തില്ല. ഇത് എന്താണ് സംഭവം, സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾക്ക് ഒരാൾക്കും പറയാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഇത് കേൾക്കുമ്പോൾ ഇല്ലേ, ഇതിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നിപ്പോയി. എന്നിരുന്നാലും നമ്മൾ ശ്രുതി അതിനുശേഷം ലൈവ് വന്നിട്ടുണ്ടായിരുന്നു, അതിലേക്കും നമ്മൾക്കൊന്ന് കണ്ണൊടിക്കാൽ എന്താണ് പറയുന്നതെന്ന്. ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇന്നലെ എന്റെ വീഡിയോ കണ്ടിട്ട്, ഞാനിപ്പോഴും ദുബായി തന്നെയാണ്, ഒരുപാട് നല്ല ആൾക്കാർ എന്നെ വിളിച്ച് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെയാണ്. ഞാനിങ്ങനെ ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം എന്താണെന്ന്. ഇപ്പോഴീ പുതിയതായിട്ട് വന്ന പ്രശ്നം. അപ്പോഴാണ് ഞാൻ FB-യിൽ പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്ന ഒരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങ് തീരത്തില്ല. അറിയുന്നവർക്ക് അറിയാം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതും. ചേട്ടനുള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. പക്ഷെ ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എന്റെ കുറ്റം കാണാനും ആണ് നേരം. എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ, 24 വയസ്സേ ഉള്ളൂ. ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ടും ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. അതാരും ഓർക്കുന്നില്ല. ഇന്നീ നിമിഷം വരെ എന്റെ കൈ കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരും ഉണ്ട്. ഇതിനകത്ത് വന്ന ആൾക്കാരിൽ ഉപദ്രവിച്ചവരും ഉണ്ട്. ആ കുട്ടിയെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടന്റെ വായിൽ തന്നെ. ഞാൻ ഇന്ന് വരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. അപ്പം FB-യിൽ ആ പോസ്റ്റ് കണ്ടപ്പോ, ആ ഫോട്ടോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന്, മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചെന്ന്. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്ന് അറിഞ്ഞതിന് എനിക്ക് ഒരുപാട് സന്തോഷം. എന്റെ ലൈഫിൽ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പൊ ഈ പ്രശ്നം നിങ്ങളുടെ പ്രശ്നത്തിനാണോ എന്നറിയാത്തവരുമായിട്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മിനിഞ്ഞാന്ന് വരെ ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരു അമ്മയാണ് ഞാൻ. ഒരുപാട് സങ്കടം തോന്നിപ്പോയില്ല ഈ വാക്കുകൾ കേൾക്കുമ്പോൾ. ഇതിൽ സത്യാവസ്ഥ ആരുടെ പക്ഷത്താണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ആ കുട്ടി പറയുന്ന അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമായിപ്പോയി. ഈ രേണു പറയുമ്പോഴും നമുക്ക് സങ്കടമായിപ്പോയി.
അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്തായിരിക്കും നിങ്ങൾ തന്നെ പറയണം കേട്ടോ.